നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ സരിഗയുടെ 34ാമത് പ്രൊഫഷണൽ നാടകോത്സവം ഓഗസ്റ്റ് 30-ന് ആരംഭിക്കും. സെപ്റ്റംബർ 16 വരെ തുടർച്ചയായ 18 ദിവസങ്ങളിൽ ഫാസ് ഓഡിറ്റോറിയത്തിലാണ് നാടകാവതരണം. സരിഗയുടെ 40ാം വാർഷികം പ്രമാണിച്ച് പ്രശസ്ത നാടക സമിതികളുടെ ഏറ്റവും പുതിയ 18 നാടകങ്ങൾ അരങ്ങേറും. പെരുമ്പാവൂർ നഗരത്തിന് ഇനി വരുന്ന 18 രാത്രികൾ നാടകലഹരിയുടെ രാത്രികൾ. പെരുമ്പാവൂർ സരിഗയുടെ 34ാമത് പ്രൊഫഷണൽ നാടകോത്സവത്തിന് ഓഗസ്റ്റ് 30-ാം തീയതി തിരശ്ശീല ഉയരും. സെപ്റ്റംബർ 16 വരെ തുടർച്ചയായ 18 ദിവസങ്ങളിൽ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിലാണ് നാടക അവതരണം. സരിഗയുടെ 40ാം വാർഷികം പ്രമാണിച്ച് പ്രശസ്ത നാടക സമിതികളുടെ ഏറ്റവും പുതിയ 18 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. മലയാള നാടകവേദിയുടെ അത്യപൂർവ ചരിത്ര നിമിഷങ്ങൾക്ക് സിനിമാ നാടക അഭിനേത്രി സന്ധ്യ രാജേന്ദ്രൻ തിരിതെളിയിക്കും. മനോജ് മൂത്തേടൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സംഗീത KN, അഡ്വക്കേറ്റ് NC മോഹനൻ, വിജയൻ നങ്ങേലിൽ തുടങ്ങിയവർ പങ്കെടുക്കും. സരിഗയുടെ നാടകോത്സവം എല്ലാ വർഷവും നടക്കാറുള്ളത്. അങ്ങനെ നാടകത്തിന് ഏറ്റവും അധികം പ്രേക്ഷകരുള്ള ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിലെ നാടകോത്സവത്തിൽ നിന്നാണ് പിന്നെ മറ്റ് ഉത്സവ പറമ്പുകളിലേക്കും മറ്റ് വേദികളിലേക്കുമൊക്കെ നാടകം ആളുകൾ വന്ന് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനു കൂടി സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ വർഷം 18 നാടകങ്ങൾ 18 ദിവസം പെരുമ്പാവൂരിൻ്റെ ഏറ്റവും വർണ്ണ പകിട്ടാർന്ന വിവിധങ്ങളായിട്ടുള്ള നാടകങ്ങളും പരിപാടികളും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വലിയ ആഘോഷമായിട്ടാണ് ഈ തവണ നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സരിഗയുടെ 40ാമത് വാർഷികം കൂടിയാണ്. അപ്പോൾ 40 വർഷക്കാലത്തെ സരിഗയുടെ കൊച്ചിൻ സരിഗയുടെ ഒരു ചൈത്രയാത്രയുടെ വലിയ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്ത് പകരുന്ന ഒരു വലിയ സംഭവം കൂടിയാണ് ഈ വർഷത്തെ നാടകോത്സവം. അപ്പോൾ 18 ദിവസക്കാലത്തെ നാടകോത്സവത്തിന് എല്ലാ തരത്തിലുമുള്ള പ്രചരണം ഉണ്ടാകണം, നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. മറ്റു വിശദമായ കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട ഷായി ചേട്ടൻ പറയും. എന്തായാലും കേരളത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഇത്തരം വിപുലമായിട്ടുള്ള നാടകോത്സവം നടക്കുന്നത്. അതിലൊന്ന് പെരുമ്പാവൂരാണ്. അതിലൊന്നെന്നല്ല, 1ാം സ്ഥാനം പെരുമ്പാവൂരാണ്. കാരണം മറ്റൊരു സ്ഥലത്ത് ഇത്ര ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം നടക്കാറില്ല. തിങ്ങി നിറഞ്ഞ സദസ്സ് ഉള്ളത് പെരുമ്പാവൂർ മാത്രമാണ്. എവിടെ നാടകോത്സവം നടത്തിയാലും അതിലേറ്റവും അധികം തിങ്ങി നിറഞ്ഞ സദസ്സ് പെരുമ്പാവൂരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാടകോത്സവം വൻ വിജയമാക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് സംഘാടക സമിതിയുടെ ചെയർമാൻ എന്നുള്ളതിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പെരുമ്പാവൂർ മേഖലയിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങും നാടകോത്സവത്തിന്റെ ഭാഗമായി നടക്കും. തുടർച്ചയായ 18 ദിവസവും നാടകം കാണാനെത്തുന്ന യുവജനങ്ങൾക്കും ദമ്പതികൾക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകും. സരിഗയുടെ 40ാം വാർഷികാഘോഷ പരിപാടിയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ മേഖലയിലെ 600ഓളം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെപ്റ്റംബർ 11-ാം തീയതിയിലെ ആലപ്പുഴ സൂര്യകാന്തിയുടെ ജീവന്റെ ജീവൻ എന്ന നാടകം സൗജന്യ പ്രവേശനം നൽകി പ്രത്യേക മാറ്റിനി ഷോ ആയും അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ നാടകോത്സവത്തിന് നിറഞ്ഞ സദസ്സ് പെരുമ്പാവൂരിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ 18 നാടകവും ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ 18 ദിവസം തുടർച്ചയായി നാടകോത്സവം സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദൗത്യമായി തന്നെ കാണുകയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മലയാള നാടക രംഗത്ത് ഇത്രയേറെ നാടകങ്ങൾ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് വന്നിട്ടില്ല. കലാനിലയത്തിൻ്റെ സ്ഥിരം നാടക വേദിയായിട്ട് നമ്മുടെ പെരുമ്പാവൂരിൻ്റെ തൊട്ടടുത്തുള്ള ഇവിടെ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് 1, 2, 3 നാടകങ്ങൾ മാത്രം, കലാനിലയത്തിൻ്റെ മാത്രം നാടകങ്ങളാണ് അങ്ങനെ സംഘടിപ്പിക്കാറുള്ളത്, 1 മാസമോ 2 മാസമൊക്കെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 18 നാടക സമിതികൾ 18 ദിവസം തുടർച്ചയായിട്ട് നാടകം അവതരിപ്പിക്കുകയാണ്. നമ്മളിതിനു മുമ്പ് ഏറ്റവും കൂടുതൽ 13 നാടകമാണ് പെരുമ്പാവൂരിൽ നടന്നിട്ടുള്ളൂ. 5 നാടകം കൂടി ഈ വർഷം കൂടുതലുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ 18 നാടകം വരുമ്പോൾ ആ 18 നാടകത്തിലൂടെ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അണിയറ ശില്പികൾ ഉൾപ്പെടെ 250-ലധികം കലാകാരന്മാർ വന്ന് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിൽ നാടകകൃത്തുകൾ സംവിധായകരൊക്കെ വരുന്നില്ലെങ്കിൽ പോലും മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഒരു ട്രൂപ്പിൽ 15 പേര് ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ ആളുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു 250-300ഓളം പേര് നമ്മുടെ നാടക കലാകാരന്മാരെല്ലാം ഈ വേദിയിലൂടെ അത്തരം ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ, ഇപ്പോൾ എറണാകുളം ജില്ല മാത്രമല്ല തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നുമെല്ലാം നാടകം കാണുന്നതിന് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്നും നാടകം കണ്ട് അവർക്ക് അവരുടെ വേദികളിലെല്ലാം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ റൂമെല്ലാം ബുക്ക് ചെയ്ത് 6-7 പേര് വരാൻ വേണ്ടി തന്നെ ലോഡ്ജിലെല്ലാം റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം 18 ദിവസം നാടകം കണ്ടു കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഇഷ്ടപ്പെട്ട നാടകങ്ങൾ ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമെല്ലാം അതിൻ്റെ ഭാഗമായി ലഭിക്കും. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നാടകത്തിൻ്റെ എല്ലാ ദിവസവും നാടകം കാണുന്ന പ്രേക്ഷക ദമ്പതിമാർക്ക് നമ്മൾ പ്രത്യേകമായ സമ്മാനങ്ങൾ നൽകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 18 ദമ്പതിമാർ നമ്മൾ മത്സരമായി സംഘടിപ്പിക്കുന്നതിൽ തന്നെ എടുക്കുകയുണ്ടായി. ഇത്തവണയും നമ്മളത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
യുവജനങ്ങളായിട്ടുള്ളവരെ എല്ലാ ദിവസവും നാടകം കാണുന്ന 35 വയസ്സിൽ താഴെയുള്ളവർക്കും പ്രത്യേകമായ സമ്മാനങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് വലിയ പങ്കാളിത്തം ഉണ്ടാകാറില്ല എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണ്. പിന്നീട് നമ്മൾ ഈ തവണ സെപ്റ്റംബർ 11-ാം തീയതി നടക്കുന്ന നാടകം, അന്ന് നാടകത്തിൻ്റെ പേര് ആലപ്പുഴ സൂര്യകാന്തിയുടെ ജീവൻ്റെ ജീവൻ എന്ന നാടകമാണ്. ആ നാടകം ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു ഷോ സൗജന്യമായി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പെരുമ്പാവൂർ സമീപ പ്രദേശങ്ങളിലുള്ള ഒരു 20ഓളം സ്കൂളുകളിൽ നിന്നും SSLC, +1, +2 അങ്ങനെ 3 ഡിവിഷനായി തിരിച്ചുകൊണ്ട് 30 പേരെ, ഒരു സ്കൂളിൽ നിന്ന് 30 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 600 കുട്ടികളെ നമുക്കിവിടെ കൊണ്ടുവന്ന് നാടകം കാണിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഷാജി സരിക, സംഘാടക സമിതി ചെയർമാൻ മനോജ് മൂത്തേടൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ സംഗീത KN, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് NC മോഹനൻ, ഫാസ് സെക്രട്ടറി ബാബു കാഞ്ഞിരക്കോട്ടിൽ, കോഓർഡിനേറ്റർ ബിജു രസിക എന്നിവർ പങ്കെടുത്തു. പെരുമ്പാവൂർ സരിക എന്ന് പറഞ്ഞാൽ ഷാജി സരികയുടെ നാടകയാത്രയുടെ 40ാമത് വാർഷികം കൂടിയാണ്. നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഷാജി സരിക എന്ന് പറയുന്ന കലാകാരനെ, സാംസ്കാരിക പ്രവർത്തകനെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയെടുത്തതിൽ ഈ 40 വർഷങ്ങൾക്കുള്ള തീക്ഷ്ണമായ പങ്കും അതിൻ്റെ അനുഭവ സമ്പത്തും അതിൻ്റെ കൂടി പിൻബലത്തിലാണ് 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നാടകോത്സവം രൂപപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ കലാഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള 18 നാടക സമിതികൾ, ദീർഘകാലമായി പ്രൊഫഷണൽ നാടക സമിതികൾ എന്ന നിലയിൽ അരങ്ങിലും അണിയറയിലുമെല്ലാം കലാഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടിയിട്ടുള്ള 18 സമിതികൾ. ആ 18 സമിതികളും 18 ദിവസങ്ങളിലായി പെരുമ്പാവൂരിൽ എത്തിച്ചേരുന്നത് ഷാജി സരിക എന്ന് പറയുന്ന സാംസ്കാരിക പ്രവർത്തകന്റെ, കലാകാരന്റെ 40ാം വാർഷികാഘോഷങ്ങളുടെ സന്ദർഭത്തിൽ കൂടിയാണ് എന്ന പ്രത്യേകത കൂടി നമുക്ക് നാടിന് പകർന്നു നൽകാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ ശ്രദ്ധിക്കണം. അതൊരു പക്ഷേ കേരളത്തിലെ അസാധാരണമായ ഒരു അനുഭവമായിരിക്കും. നാടകയാത്രയിൽ സരികയുടെ 40ാം വാർഷിക വേളയിൽ 300ഓളം കലാകാരന്മാർ അണിനിരന്ന് 18 ദിവസങ്ങളിലായി 18 നാടകങ്ങൾ അരങ്ങേറുന്ന അപൂർവ ചരിത്രത്തിന് വേദിയാകാനുള്ള ഒരുക്കത്തിലാണ് പെരുമ്പാവൂർ നഗരം. നമ്മുടെ പ്രൊഫഷണൽ നാടകത്തിന് ഒരു വ്യക്തിമുദ്ര, അത് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ ആത്മാർപ്പണത്തിനും ശരിക്കും പറഞ്ഞ ഒരു ജീവിത സപര്യയായിട്ട് ഒരു വിവിധ മേഖലകളിലെ സമൂഹത്തിൻ്റെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ നാടകോത്സവത്തിന്, നാടക മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെയേറെ വിലമതിക്കാനാവാത്ത തന്നെയാണത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള 250ഓളം കലാകാരന്മാരെ ഒത്തുചേർത്തുകൊണ്ട്, സമന്വയിപ്പിച്ചുകൊണ്ട്, കാലിക പ്രാധാന്യമുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ നാടകോത്സവത്തിൻ്റെ 34 വർഷം ഇത് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയേറെ നമ്മുടെ ഷാജി ചേട്ടൻ്റെ ആത്മാർപ്പണം എത്രയാണ്. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ഓരോ മാധ്യമങ്ങളും നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് തന്നെയാണത്. കാരണം നാടകത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പച്ചയായി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്ക്, അവർക്കിടെ ഒരു 250 കലാകാരന്മാരുടെ ഒരു ജീവിത മാർഗം കൂടിയാണ്. അവർക്ക് കൂടിയുള്ള ഒരു പ്രചോദനം നൽകിക്കൊണ്ട് ഈ നാടകോത്സവത്തിന് 34ാമത് നടത്തുന്ന 40 വർഷമായി ഷാജിച്ചേട്ടൻ ഒരു ജീവിത നാടകയാത്ര തുടങ്ങിയിട്ട് അതിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും മാധ്യമങ്ങൾ കൂടുതൽ പ്രചാരണം നൽകിക്കൊണ്ട് കൂടുതൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് കൂടി എല്ലാ മാധ്യമപ്രവർത്തകരോടും അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.